ഹലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാഫ്രൻ ബോലു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സാഫ്രൻ ബോലു ഒരു ടർക്കിയുടെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് വരും. നമ്മളിങ്ങനെ അധികം ടർക്കി വിസിറ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ്. പൊതുവേ ഈ സ്ഥലങ്ങളെല്ലാം ഭയങ്കര ടൂറിസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് തോന്നിയത് കൊണ്ട് ഒരു സ്ഥലം മാത്രം ഇച്ചിരി ഓഫ് ബീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ശരിക്കും ഈ സാഫ്രൻ ബോലുവിലോട്ട് നമ്മൾ എത്തുന്നത്. നമ്മൾ പക്ഷേ എത്തിയപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അപ്പോൾ ഈ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് അറൗണ്ട് 6 degrees ഹിയർ നൗ. ഈ സാഫ്രൻ ബോലു എന്ന് പറയുന്ന പേര് അതിന് കിട്ടുന്നത് ടർക്കിഷ് വേർഡ് സഫ്രാനിൽ നിന്നാണ് കേട്ടോ. സഫ്രാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമപ്പൂവ്. ബൈസന്റൈൻ കാലഘട്ടം മുതൽ ഈ സാഫ്രൻ്റെ കൃഷിയും കയറ്റുമതി ഇറക്കുമതിയും നടന്നിരുന്നത് ഈ ഒരു സ്ഥലം ബേസ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. ഇവരുടെ ക്ലെയിം അനുസരിച്ച് വേൾഡ്സ് ബെസ്റ്റ് സാഫ്രൻ ഉണ്ടാകുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റി എനിക്ക് അറിയില്ല എങ്കിലും ഇതൊരു വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണെന്ന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് വളരെ ലേറ്റ് ബാക്ക് ആയിട്ടുള്ളൊരു ടൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണ്. അങ്ങനെ കുറേ നേരം പോസ്റ്റായിട്ട് ഈ പൂച്ചക്കുട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ഹോട്ടലിലെ കെയർടേക്കർ വന്നിട്ട് നമുക്കത് തുറന്നു തന്നു. ശരിക്കും ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ഇവർ പറയുന്നത് കൊണാഗി എന്നാണ്. പരമ്പരാഗത രീതിയിൽ കൂട്ടുകുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ആണ് കൊണാഗികൾ. ഞങ്ങളുടെ റൂമിൻ്റെ ജനാല തുറന്നു നോക്കുമ്പോൾ നല്ല കാറ്റും അതിലും മനോഹരമായ വ്യൂ ആയിരുന്നു. ടൗണിലത്തെ ഏറ്റവും മേളിലത്തെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ സാഫ്രൻ ബോലു ടൗൺ മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. കൂടെ തൊട്ടപ്പുറത്തുള്ള കുന്നൻ ചെരുവുകളും ഒക്കെ ആയിട്ട് മനോഹരമായൊരു വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. നമ്മളീ പോകുന്നത് സാഫ്രൻ ബോലു മാർക്കറ്റിലൂടെയാണ്. അപ്പം നല്ല സ്റ്റോൺ ക്ലാഡഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വഴിയിൽ മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോം സ്റ്റേ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഒരു സാഫ്രൻ ടീയും ഒരു ടർക്കിഷ് കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ഈ ടർക്കിഷ് കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കയ്പ്പാണ്. ശരിക്കും നമ്മുടെ എസ്പ്രസ്സോ ഷോട്ടിൻ്റെ ആ ഒരു കൺസെപ്റ്റാണ് ടർക്കിഷ് കോഫി. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കാണുള്ളൂ. അപ്പോൾ കയ്പ്പായതുകൊണ്ട് തന്നെ അതിന് ആദ്യം നമ്മൾ വെള്ളം കുടിക്കണം. അതിന് ശേഷം കോഫി കുടിച്ചിട്ട് ആ കയ്പ്പൊന്ന് അടങ്ങാനായിട്ട് ശരിക്കും ഷർബത്ത് കുടിക്കണം. അതിനാണ് ഈ രണ്ട് ഗ്ലാസ് എക്സ്ട്രാ നമുക്ക് തരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ പറഞ്ഞത് ഗോസ്ലേം എന്ന് പറഞ്ഞൊരു ഫുഡായിരുന്നു. ഗോസ്ലേം ശരിക്കും നമ്മുടെ ആലു പറാട്ടയുടെ കൺസെപ്റ്റാണ്. അതായത് ആ റോട്ടിയുടെ അകത്ത് ശരിക്കും എന്തെങ്കിലും ഒരു സ്റ്റഫിങ് കാണും. പൊട്ടറ്റോ അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ചീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റഫിങ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നല്ല വിശപ്പുള്ളതുകൊണ്ട് അത് ഫുള്ള് ഞാൻ കഴിച്ചു. മുഖത്തൊട്ടും പേടിയില്ലാത്ത ഇതെന്താ പോകാത്തത്? നമ്മൾ കുറച്ച് മുന്നേ കൊണാഗികളെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഓട്ടോമൻ കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒത്തിരി ആൾക്കാർക്ക് താമസിക്കേണ്ട സമയത്ത് ഉണ്ടാക്കിയ വീടുകളാണ് ഈ കൊണാഗികൾ. ഇവിടെ ഈ കാണുന്ന റിസോർട്ട്സ് എല്ലാം 150 വർഷത്തിൽ പരം പഴക്കമുണ്ടായിരുന്ന പണ്ട് ആൾക്കാർ ജീവിച്ചിരുന്ന കൊണാഗികളായിരുന്നു. കൊണാഗികളുടെ ബേസും റൂഫും എല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഹീറ്റ് ഐസൊലേഷൻ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം തണുപ്പ് കാലത്ത് ഇവിടെ -2, -3 ഒക്കെ ടെമ്പറേച്ചർ പോകും, ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോലും ടെമ്പറേച്ചർ ഒരു 10, 13, 15 റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണാഗികൾക്ക് പറ്റും. ആൻഡ് ഇതൊരു പഴയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഫുള്ള് അവരുടെ പഴയ ഫേർണിച്ചറൊക്കെ അതേപോലെ ഇൻടാക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൻറ്റീക്സ് പല സ്ഥലത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിച്ച് വാസ് സോ പ്രെറ്റി. നമ്മൾ പഴയ റഷ്യൻ ഡോൾസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. സോ ഐ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ദം. അങ്ങനെ വളരെ ലേറ്റ് ബാക്ക് ആയിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഒരു ഈവനിങ് വാക്കൊക്കെ എടുത്ത് ടൗൺ മൊത്തം ചുറ്റി കണ്ടിട്ട് ഈ ദിവസം അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു.
ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ലൊരു സണ്ണി ഡേ ആണ്. കാരണം കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട്. സോ ഇറ്റ് വാസ് ഗുഡ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോഴാണ് അങ്ങ് ദൂരെയായിട്ട് ശരിക്കും നമുക്ക് ഒരു മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. സംഭവം മഞ്ഞ് അധികം ഇഷ്ടമല്ലെങ്കിലും മഞ്ഞുമല എനിക്കെന്തോ ഒരു വീക്ക്നെസ് ആയിരുന്നു. പിന്നെ ഈ ടർക്കിഷ് എന്തോ കൾച്ചറിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഈ കൊണാഗികളിലെല്ലാം ആമകളുണ്ട്. ഇവിടെ തന്നെ ഒരു 10 ആമ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്കൊരു വലിയ സ്പ്രെഡാണ്. പല ടൈപ്സ് ഓഫ് ബ്രെഡ്, ചീസ്, പിന്നെ ഓംലെറ്റ്, പല ടൈപ്സ് ഓഫ് സോസേജസ്, അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയൊരു ഇതാണ്. അതിനകത്ത് കൂടുതലും വെജിറ്റബിൾസ് ഉണ്ടാവും. സോ ഒരു ബാലൻസ് മീൽ എന്ന് പറയാം. ഈ കാണുന്ന സാധനത്തിന്റെ പേര് ഹെൽവ എന്നാണ്. അതെന്തോ ഒരു കപ്പലണ്ടിയുടെ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടർക്കിഷ് ഫുഡ് പൊതുവെ എനിക്ക് ഇച്ചിരി ശോകമായിരുന്നു. കാരണം എനിക്ക് ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നോൺ വെജ് ആയിട്ട്. ഇവിടെ ബീഫ് അല്ലെങ്കിൽ ലാമ്പാണ് ഹോട്ടൽസിലൊക്കെ മേജർ ഫുഡിന് വരുന്നത്. അപ്പോൾ ഒരു ഡിഷ് എങ്ങാണ്ട് ചിക്കൻ വരുള്ളൂ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഇഞ്ചക്കായ അക്വാഡക്റ്റ് എന്ന് പറയുന്നൊരു സ്ഥലം കാണാനാണ്. ഓട്ടോമൻ കാലത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു അക്വാഡക്റ്റും അതിൻ്റെ തൊട്ടടുത്തുള്ള തൊക്കാറ്റ്ലി എന്ന പേരുള്ള ഒരു കാന്യനും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഈ കാന്യനിലോട്ട് നടക്കുന്നത് ഒരു വുഡൻ ബ്രിഡ്ജ് പോലത്തെ ഒരു സ്ഥലത്താണ്. ആ കാന്യൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞ് അരുവിയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള, എന്നാൽ ഒത്തിരി ആളൊന്നും വരാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു, കാരണം ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടെന്നുള്ളത്. ടർക്കിയിലെ ഒരു ജനറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആളുള്ള സ്ഥലമായാലും ഇല്ലെങ്കിലും നല്ല വൃത്തിയോടെ അവരത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അവിടെയൊക്കെ സിവിക് സെൻസ് ശരിക്കും ഇമ്പ്രൂവ് ആവാനുണ്ടെന്ന് ഈ സ്ഥലമൊക്കെ വന്ന് കാണുമ്പോൾ ശരിക്കും തോന്നും കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവർക്ക് ആക്ച്വലി ഈ കാന്യൻ്റെ ടോപ്പ് ഏരിയൽ വ്യൂ കിട്ടുന്ന പോലെ ഒരു ഗ്ലാസ് ടെറസ് കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം നല്ല വെയിലായിരുന്നു. ഒരു കുഞ്ഞ് ട്രെയിൽ പോലെയാണ് ഈ പോകുന്ന വഴി. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് കേവും കൂടെ കാണുമായിരുന്നു, ബുലാക് മെൻസിലിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വെതർ പെട്ടെന്ന് മോശമായതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിയം കാണാൻ പോകുന്നതാണ്. ഈ മ്യൂസിയം നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൽ ശരിക്കും സാഫ്രൻ ബോലുവിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സാഫ്രൻ ബോലുവിൻ്റെ BC കാലഘട്ടം തൊട്ടേ ഉള്ള ഹിസ്റ്ററിയും അവരുടെ കൾച്ചറിനെ കുറിച്ചും നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരുടെ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളെ കുറിച്ചും അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളും എല്ലാം അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കുഞ്ഞു പാത്രം ഉണ്ടായിരുന്നു, ഒരു കളിമണ്ണ് കൊണ്ടുള്ള പാത്രം. മരിച്ചു കഴിയുമ്പോൾ ആ ബന്ധുക്കളുടെ എല്ലാം കണ്ണുനീര് സ്റ്റോർ ചെയ്തിട്ട് അത് അടക്കുന്നവരുടെ കൂട്ടത്തിൽ അടക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മ്യൂസിയത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു മതിലിരുന്ന് ഒരു ബേർഡ്സ് ഐ വ്യൂ ഓഫ് സാഫ്രൻ ബോലു കണ്ട് നമ്മുടെ ലാസ്റ്റ് ഡേ വൈൻഡപ്പ് ചെയ്തു. ടർക്കിയിൽ എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സാഫ്രൻ ബോലു ആണെന്നേ പറയുള്ളൂ. കൊമേഴ്ഷ്യലൈസ് ആവാത്ത ഒരു യൂറോപ്യൻ ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും ഈ സ്ഥലത്തിനുണ്ട്. ഇറ്റ്സ് എ പ്ലേസ് വർത്ത് വിസിറ്റിംഗ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്.